ഹായ് ഹലോ ബോണഫൈഡ് പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പി എൻ എസിൻ്റെ ഒരു ഇൻട്രോ ക്ലാസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ പി എൻ എസ് എന്ന് പറഞ്ഞാൽ പൊതുവായിട്ട് എല്ലാവർക്കും അറിയാം, മുൻപത്തെ ഇന്ത്യൻ പീനൽ കോഡ് റീപ്ലേസ് ചെയ്തിട്ട് വന്നിട്ടുള്ള പുതിയ നിയമമാണ് ഭാരതീയ ന്യായ സംഹിത അല്ലേ. ഇതിലെന്താ പറഞ്ഞിട്ടുള്ളത്? ഒഫൻസസും പണിഷ്മെൻറ്റ്സും ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ബെയർ ആക്ടിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഡെഫിനിഷനും അപ്ലിക്കേഷനും ഒഫൻസും പണിഷ്മെൻറ്റും എന്താണ് എന്നുള്ളത് നോക്കും മുമ്പ് നമുക്ക് ക്രൈം എന്താണ് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, ക്രൈം എന്താണ്, അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എന്തൊക്കെ എലമെൻറ്റ്സ് വേണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കി വെച്ചാൽ മുമ്പോട്ട് ഉള്ള ഓരോ ക്ലാസ്സിലും ഒഫൻസ് പഠിക്കുമ്പോഴും പിന്നെ ജനറൽ എക്സെപ്ഷൻസ് പഠിക്കുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് നല്ല ഒരു ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ഒരു സിവിൽ റോങ് പോലെയല്ല ക്രൈം അല്ലേ. സിവിൽ റോങ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പേഴ്സണലി ഒരു വ്യക്തിയോടായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. എന്നാൽ ക്രൈം എങ്ങനെയാണ്? ക്രൈം സൊസൈറ്റിക്കെതിരെയായിട്ടുള്ള ഒരു ഹാംഫുൾ ആയിട്ടുള്ള ഒരു ആക്റ്റായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അല്ലേ. സൊസൈറ്റിയുടെ സെക്യൂരിറ്റി, സേഫ്റ്റി ഇതിനൊക്കെ ബാധിക്കുന്ന ഒരു ഹാംഫുൾ ത്രട്ടനിങ് ആയിട്ടുള്ള ഒരു ആക്റ്റായിട്ടാണ് നമ്മൾ ക്രൈമിനെ കണക്കാക്കുന്നത് അല്ലേ. അപ്പോൾ ക്രൈമിനെ നമുക്ക് എങ്ങനെ പറയാം? നമ്മുടെ നിയമം പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ള ആക്റ്റുകളാണ് ക്രൈം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ഡ്യൂട്ടി ഉണ്ടാവും, ബാധ്യതയുണ്ടാവും ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ബാധ്യതയുള്ള ആക്റ്റുകൾ ചെയ്യാതിരുന്നാലും ക്രൈമായിട്ട് കണക്കാക്കുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് എക്സാമ്പിളിലൂടെ പറയാം, വിശദീകരിക്കാം. അപ്പോൾ നമുക്ക് പൊതുവിൽ എങ്ങനെ പറയാം? ഒരു രാജ്യത്തിൻ്റെ നിയമം പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ള ആക്റ്റുകളെയോ അല്ലെങ്കിൽ ചെയ്യണമെന്ന് നമുക്ക് ഡ്യൂട്ടി ഉള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോഴോ അത് ക്രൈമായിട്ട് മാറാം അല്ലേ. ഈ ക്രൈമിന് ഡിഫറെൻറ്റ് ജൂറിസ്റ്റുകൾ ക്രൈമിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, അത് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഈ ക്രൈം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും 4 എലമെൻറ്റ്സാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 4 എലമെൻറ്റ്സ് ഒരു ആക്റ്റിൽ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ടാണ് ക്രൈമാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ എലമെൻറ്റ്സ് ഒരു ആക്റ്റിൽ ഇല്ല എന്നാണെങ്കിൽ അത് ഒഫൻസായിട്ട് അല്ലെങ്കിൽ ക്രൈമായിട്ട് മാറുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ബി എൻ എസിൽ മുമ്പോട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ജനറൽ എക്സെപ്ഷൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. അപ്പോൾ ക്രൈമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന എലമെൻറ്റ്സ് ഇല്ലാത്തത് കൊണ്ട് ഒഫൻസ് അല്ലാതായി മാറുന്ന ചില കണ്ടക്സ്റ്റുകളാണ് അവിടെ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ക്രൈമിൻ്റെ എലമെൻറ്റ്സ് എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ 4 എലമെൻറ്റ്സ് ഉണ്ട് ക്രൈമിനെന്ന് പറഞ്ഞു. ഒന്നാമത്തത് പേഴ്സൺ ആണ്, രണ്ടാമത്തത് മെൻസ്രിയ അഥവാ ഗിൽറ്റി മൈൻഡ്, മൂന്നാമത്തത് ആക്ടസ് റിയ, ഒരു ആക്റ്റിൽ ഉണ്ടാവുന്ന റിസൾട്ട്, ഫിസിക്കൽ ആക്റ്റിൽ ഉണ്ടാവുന്ന ഒരു കോൺസിക്വൻസ്, പിന്നെ നാലാമത്തത് ഇഞ്ചുറി. അപ്പോൾ ഓരോന്നും എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ 4 എലമെൻറ്റ്സിൽ ഒന്നാമത്തെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് പേഴ്സൺ ആണ്. പേഴ്സൺ നാച്ചുറൽ പേഴ്സണും ആവാം, ലീഗൽ പേഴ്സണും ആവാം, ജൂറിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സൺ. അപ്പോൾ നാച്ചുറൽ പേഴ്സൺ പറഞ്ഞാൽ നമുക്കറിയാം നമ്മളെപ്പോലെ മനുഷ്യർ. ഇനി ജൂറിസ്റ്റിക് പേഴ്സൺ എന്താണ്? അത് നിയമപ്രകാരം ഉണ്ടായിട്ടുള്ള ഒരു എൻറ്റിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ആ ലീഗൽ പേഴ്സണ് സാധാരണ മനുഷ്യരെ പോലെ തന്നെയുള്ള അവകാശങ്ങളും ബാധ്യതകളും ഒക്കെ ഉണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റീസ്, കമ്പനി, ട്രസ്റ്റ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അല്ലേ. അപ്പോൾ ഇതൊക്കെ കെട്ടിടങ്ങളാണെങ്കിൽ കൂടെ അത് മനുഷ്യരിലൂടെയാണ് പ്രവർത്തിക്കുന്നത് അല്ലേ. അപ്പോൾ അവർക്ക് നിയമപ്രകാരം അവർ ലീഗൽ പേഴ്സൺ ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം? മനുഷ്യരെ പോലെ തന്നെ പ്രോപ്പർട്ടി ഓൺ ചെയ്യാൻ പറ്റും, പിന്നെ കേസ് കൊടുക്കാൻ പറ്റും, കേസ് നേരിടാൻ വേണ്ടി പറ്റും, പിന്നെ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റും. അതുകൊണ്ട് ഇവരെ ലീഗൽ പേഴ്സൺസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു ക്രൈം നടക്കണം എന്നുണ്ടെങ്കിൽ അതിലൊരു പേഴ്സൺ നിർബന്ധമാണ് അല്ലേ, ഒരു വ്യക്തി അല്ലേ. വ്യക്തി എന്ത് തരത്തിലാവാം? ലീഗലും ആവാം, നാച്ചുറലും ആവാം. ഇനി രണ്ടാമത്തെ എലമെൻ്റാണ് ഇമ്പോർട്ടൻ്റ് എലമെൻ്റാണ്, വളരെ ഇമ്പോർട്ടൻ്റ് എലമെൻ്റാണ് മെൻസ്രിയ എന്ന് പറയും, അഥവാ ഗിൽറ്റി മൈൻഡ്. ഗിൽറ്റി മൈൻഡ് എന്ന് പറഞ്ഞാൽ ഒരു മനഃപൂർവമായ മാനസിക ഉദ്ദേശം എന്ന് പറയാം, മാനസികമായ ഒരു ഇൻറ്റൻഷൻ.
മനഃപൂർവ്വമായിരിക്കണം. അപ്പോൾ ഒരു ക്രൈം ചെയ്യാനുള്ള മനസ്സിൻ്റെ ഒരു ഇൻറ്റൻഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെൻസ്രിയ എന്ന് പറയുന്നത്. മെൻസ്രിയ എന്ന് പറഞ്ഞാൽ മൈൻഡാണ്, വെറും മൈൻഡല്ല, അതൊരു ഗിൽറ്റി മൈൻഡ് ആയിരിക്കണം, ഈവിൾ മൈൻഡ്. അതായത് ഒരു ഈവിൾ ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കണം നമുക്ക് ക്രൈം ചെയ്യാൻ വേണ്ടി. അതായത് മനഃപൂർവ്വമായിട്ട് ക്രൈം ചെയ്യണം എന്നുള്ളൊരു എന്താ പറയുക, ഒരു ഗിൽറ്റി മൈൻഡ്. അത് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു ആക്ട് ക്രൈം ആവുന്നുള്ളൂ. അതിൽ നമ്മളൊരു മാക്സിം പഠിക്കുന്നുണ്ട്, ആക്ടസ് നോൺ ഫാസിട്രിയ നിസി മെൻസിട്രിയ. ഈവിൾ മൈൻഡോട് കൂടിയുള്ള ഒരു ആക്ടിനെ മാത്രമേ എന്താവുന്നുള്ളൂ, നമ്മൾ ക്രൈമായിട്ട് കണക്കാക്കുന്നുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു എലമെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നതിന് കാരണം ആ ഒരു ഈവിൾ ഇൻറ്റൻഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ ക്രൈം തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ജനറൽ എക്സെപ്ഷൻസ് ഒക്കെ BNSൽ പഠിക്കാൻ വേണ്ടി വന്നത്. കാരണം ഒരു മാനസികമായിട്ട് ഒരു ഗിൽറ്റി മൈൻഡോട് കൂടി ചെയ്യാത്ത ഒരു ആക്ടിനെ നമ്മൾ ഒരിക്കലും എന്താക്കുന്നില്ല, ക്രൈമായിട്ട് കണക്കാക്കുന്നില്ല. ഓക്കെ, അത് ഒഫൻസിൽ നിന്നും എക്സെപ്റ്റഡ് ആയിട്ടുള്ള കാറ്റഗറീസാണ്. അപ്പോൾ അതിനെ നമുക്കൊരിക്കലും ഒഫൻസായിട്ട് കണക്കാക്കാൻ പറ്റില്ല, ഒരു ക്രൈമായിട്ട് കണക്കാക്കില്ല നമ്മൾ. അപ്പോൾ അതുകൊണ്ടാണ് ഗിൽറ്റി മൈൻഡ് എന്ന് പറയുന്നത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എലമെൻ്റായിട്ട് മാറിയത്. അപ്പോൾ നമ്മളൊരു സദുദ്ദേശത്തോടു കൂടി, ഒരു ഗുഡ് ഫെയ്ത്തോടു കൂടി, ഇന്നസെൻറ്റോടു കൂടി ആണ് ഒരു ആക്ട് ചെയ്യുന്നതെങ്കിൽ അതൊരിക്കലും ക്രൈമല്ല. ക്രൈമിന് നിർബന്ധമായും എന്ത് വേണം, ഒരു ഗിൽറ്റി മൈൻഡ് വേണം, അല്ലേ? മനഃപൂർവമായ ഒരു മനസ്സ്, ക്രൈം ചെയ്യാനുള്ള മനഃപൂർവമായ ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഒരു ആക്ടിനെ ക്രൈമായിട്ട് പരിഗണിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു മൈൻഡ് അല്ലെങ്കിൽ ഈ ഒരു മെൻസ്രിയ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് നമ്മൾ ഓരോ ഒഫൻസിലും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ പലതരം ഒഫൻസ് പറയുന്നതിൽ ആ ഒഫൻസിൽ പറയുന്നുണ്ട് ഈ ഗിൽറ്റി മൈൻഡ് കണ്ടുപിടിക്കാൻ വേണ്ടി അതിന് കുറേ ഫോംസ് ഉണ്ട്, ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട് നമ്മൾ ഗിൽറ്റി മൈൻഡിന്. അപ്പോൾ മെൻസ്രിയ എന്ന് പറയുന്നതിന് കുറേ ഫോംസ് ഉണ്ട്. അപ്പോൾ അതിലൊന്നാണ് ഇൻറ്റൻഷൻ, നോളജ്, അറിവ്, പിന്നെ റെക്ലെസ്നെസ്, നെഗ്ലിജൻസ്, അങ്ങനെ തുടങ്ങിയ കുറേ ഫോംസ് ഉണ്ട്. നമുക്ക് ഒരാൾക്ക് ഇൻറ്റൻഷൻ ഉണ്ടോ അല്ലെങ്കിൽ ഒരു ഗിൽറ്റി മൈൻഡോട് കൂടിയാണോ അയാൾ അത് ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടില്ലേ ഈ പിന്നെ ഡോക്ടറുടെ അനാസ്ഥ മൂലം രോഗി മരണപ്പെട്ടു, അങ്ങനെയൊക്കെ കേൾക്കുന്നില്ലേ? അപ്പോൾ അങ്ങനെയുള്ള കേസുകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, അല്ലേ? അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? മെഡിക്കൽ പ്രൊസീജിയറിൽ കൃത്യമായൊരു കെയർ ആൻഡ് കോഷൻ എടുക്കാത്തതിൻ്റെ പേരിലാണ് അനാസ്ഥ, അല്ലെ നെഗ്ലിജൻസ്, അല്ലെങ്കിൽ ഒരു അശ്രദ്ധ, ഇങ്ങനെയൊക്കെ കാരണമാണ് രോഗി മരണപ്പെടുന്നതെങ്കിൽ അതൊരു ഫോമാണ്, എന്ത്, മെൻസ്രിയയുടെ ഒരു ഫോമാണ് നെഗ്ലിജൻസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആ മെഡിക്കൽ പ്രൊസീജിയറിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും കൃത്യമായിട്ടുള്ള കെയർ ആൻഡ് കോഷൻ എടുത്തിട്ടാണോ ഈ ഡോക്ടർ ഇത് ചെയ്തത്. അപ്പോൾ അങ്ങനെയല്ല എന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതൊരു പിന്നെ ഗിൽറ്റി മൈൻഡ് അല്ലെങ്കിൽ മെൻസ്രിയ എന്നൊരു ഫോമിൽ പെടുന്ന ഒരു കേസാണ്. അപ്പോൾ കൃത്യമായ കെയർ ആൻഡ് കോഷൻ എടുത്തിട്ടാണ് രോഗിക്ക് എന്തെങ്കിലും പറ്റിയതെങ്കിൽ ഡോക്ടർ ഒരിക്കലും നമുക്ക് ഒഫൻസ് ചെയ്തു എന്നുള്ളൊരു രീതിയിലേക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, വെറും പ്രവൃത്തി ഒരാളെ കുറ്റവാളിയാക്കുന്നില്ല, അല്ലേ? പ്രവൃത്തിയുടെ കൂടെ ഒരു ഗിൽറ്റി മൈൻഡ്, കുറ്റം ചെയ്യണം എന്നുള്ളൊരു മാനസികാവസ്ഥ, മനഃപൂർവ്വം കുറ്റം ചെയ്യണം എന്നുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ എന്താവുന്നുള്ളൂ, ഒരാൾ കുറ്റവാളിയാവുന്നുള്ളൂ. അതാണ് ഈ ഗിൽറ്റി മൈൻഡ് മെൻസ്രിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എലമെൻ്റാണ് ക്രൈമിൻ്റെ. ഓക്കെ, അപ്പോൾ ഓരോ ഒഫൻസിലും നമുക്ക് ആ ഗിൽറ്റി മൈൻഡ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി കുറേ ഫോംസ് ഉണ്ട് ഈ മെൻസ്രിയയ്ക്ക്. അപ്പോൾ അത് ചിലപ്പം നോളജ് ആവാം, ഇൻറ്റൻഷൻ ആവാം, റെക്ലെസ്നെസ് ആവാം, നെഗ്ലിജൻസ് ആവാം. അങ്ങനെ എന്തെങ്കിലും ഒരു ആ ആക്റ്റിൽ എന്തെങ്കിലും ഈ തരത്തിലുള്ളൊരു ഫോം കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് ഗിൽറ്റി മൈൻഡായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, ഒരാൾക്ക് ഒരു ഹൈറ്റുള്ളൊരു സ്ഥലത്തുനിന്ന് ഒരാളെ തള്ളിയാൽ അയാൾ താഴെ വീണ അയാൾക്ക് ഹേർട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ മരണം വരെ സംഭവിക്കാം എന്നൊക്കെയുള്ള ഒരു അറിവ് ഒരു ഒരു പ്രൂഡൻ മാന് ഉണ്ടാവും. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ടും അയാളെ തള്ളിയിടുകയാണെങ്കിൽ അപ്പോൾ അത് മനഃപൂർവ്വമായിട്ട് ചെയ്യുന്ന ഒരു ആക്റ്റായിട്ടാണ് നമ്മൾ കണക്കാക്കുക. അങ്ങനെയാണ് നമ്മൾ ഓരോ ഒഫൻസിലും
ഈ തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഫോം ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ടാണ് പണിഷ്മെൻറ്റിലേക്ക് നമ്മൾ എത്തുന്നത്. ഓഫൻസ് ചെയ്തിട്ടുണ്ട് എന്നും ഇന്ന രീതിയിൽ ആ തരത്തിലുള്ളൊരു ഒഫൻസിന് ഈ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്നും നമ്മൾ എത്തിച്ചേരുന്നത് ആ ഒരു ഇൻറ്റൻഷൻ്റെ ഫോംസ് നോക്കിയിട്ടാണ്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ എലമെൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ടസ് റിയ എന്ന് പറയും, അഥവാ റിസൾട്ട് ഓഫ് എ ഫിസിക്കൽ ആക്ട്. ഒരു ആക്ട് ചെയ്യുന്നതിലുണ്ടാകുന്ന ഒരു കോൺസിക്വൻസ് അല്ലെങ്കിൽ ഒരു പരിണിത ഫലം എന്താണോ അതിനെയാണ് നമ്മൾ കണക്കിലെടുക്കുന്നത് ക്രൈമിൻ്റെ ഒരു എലമെൻ്റായിട്ട്. അതായത് ഇപ്പം നമ്മൾ മൂന്നാമത്തെ എലമെൻ്റാണ് അല്ലേ, ഒരു വ്യക്തി വേണം, ആ വ്യക്തിക്കൊരു ഈവിൾ ഇൻറ്റൻഷൻ, ഒരു ഗിൽറ്റി മൈൻഡ് വേണം, ആ മനസ്സോടുകൂടി അയാൾ ഒരു പ്രവൃത്തി ചെയ്യണം. ആ പ്രവൃത്തി ചെയ്താൽ മാത്രം പോരാ, പ്രവൃത്തിയിൽ അതിൻ്റെ ഒരു റിസൾട്ട് എന്താണോ അതിനെയാണ് നമ്മൾ കണക്കിലെടുക്കുന്നത്. അപ്പോൾ ഒരു ക്രിമിനൽ ലോയിൽ ഒരു പ്രിൻസിപ്പിൾ തന്നെയുണ്ട്, ഒരു ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിളാണ് എന്ത്, നോ വൺ ഈസ് ക്രിമിനലി ലയബിൾ അൺലെസ് ഹി ഹാഡ് ഡൺ ആൻ ആക്ട് വിച്ച് ഈസ് എക്സ്പ്രസ്ലി ഫോർബിഡൻ ബൈ ക്രിമിനൽ ലോ. അതായത് നമ്മുടെ ക്രിമിനൽ നിയമം എക്സ്പ്രസ്ലി പറയുകയാണ് ഇന്ന് ആക്ട് ചെയ്യരുത് എന്നുള്ളത്. ആ ആക്ട് ചെയ്യാത്തിടത്തോളം അവർ ക്രിമിനലി ലയബിളും ആവുന്നില്ല. നമ്മൾ ലോ ചെയ്യരുത് എന്ന് പറയുന്ന ആക്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ എന്താവുന്നുള്ളൂ, ക്രിമിനലി ലയബിൾ ആവുന്നുള്ളൂ. കൂടാതെ ആക്ടിൽ നമ്മൾ എന്തും കൂടെ പഠിക്കുന്നുണ്ട്, നമ്മൾ ആക്ട് മാത്രമല്ല, നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാതിരുന്നാലും അതും എന്താവുന്നുണ്ട്, ക്രൈമായിട്ട് പരിഗണിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? അപ്പോൾ അതും ഒരു പ്രിൻസിപ്പിൾ ബേസ്ഡ് ആണ്. അതായത് ദർ ഈസ് നോ ലയബിലിറ്റി അണ്ടർ ക്രിമിനൽ ലോ. എങ്ങനെയാണെങ്കിൽ ഫോർ ഒമിഷൻസ് അൺലെസ് ദർ ഈസ് എ ഡ്യൂട്ടി ഇമ്പോസ്ഡ് ബൈ ലോ ടു ഡു ദാറ്റ് ആക്ട്. അതായത് നമുക്കൊരു ഡ്യൂട്ടി ഉണ്ട്, ഒരു കാര്യം ചെയ്യണം എന്നുള്ളൊരു ഡ്യൂട്ടി ഉണ്ട് എന്ന് കരുതുക. ആ ഡ്യൂട്ടി നമ്മൾ ചെയ്യാതിരുന്നാലും, അതായത് ഒമിറ്റ് ടു ഡു ദാറ്റ്, അതായത് ആ ഒരു ഡ്യൂട്ടി ചെയ്യാതിരിക്കുക, അങ്ങനെയാണെങ്കിലും അത് ക്രൈമായിട്ട് പരിഗണിക്കും. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ ബാരാക്കിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഉദാഹരണമാണ്. ഒരു പാരൻസ് കുഞ്ഞിന് ഭക്ഷണം കൊടുക്കണം എന്നുള്ള ഡ്യൂട്ടി നമ്മൾ പാരൻസിനുണ്ട്. അപ്പോൾ അങ്ങനെ ഭക്ഷണം കൊടുക്കുക, അതല്ലെങ്കിൽ പാരൻസിന് സംരക്ഷിക്കുക എന്നുള്ളൊരു ഡ്യൂട്ടി നമുക്കുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഭക്ഷണം കൊടുക്കാതെ പട്ടിണിക്കിട്ട് ഒരാൾ മരണപ്പെടുകയാണ്. അപ്പം നമ്മൾ ഒരു ഡ്യൂട്ടി ഉണ്ട് നമുക്കവിടെ ചെയ്യണം എന്നുള്ളത്. ആ ഡ്യൂട്ടി ചെയ്യാതെ നമ്മൾ അവരെ ഭക്ഷണം കൊടുക്കാതെ ഇരുന്ന് അവർ മരണപ്പെടുകയാണ്, ഭക്ഷണം കിട്ടാതെ മരണപ്പെടുകയാണ്. അപ്പോൾ അതും ക്രൈമായിട്ടാണ് പരിഗണിക്കുന്നത്. അപ്പോൾ ക്രിമിനൽ ലോ പറയുന്ന പ്രോഹിബിറ്റ് ചെയ്യുന്ന ആക്റ്റുകളാണെങ്കിലും നമുക്ക് ഡ്യൂട്ടി ഉണ്ട്, ചെയ്യാൻ ഡ്യൂട്ടി ഉണ്ട് എന്നുള്ളതിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുകയാണെങ്കിലും എന്താണ്, അത് ക്രൈമായിട്ട് പരിഗണിക്കും. പിന്നെ ഈ ചെയ്യുന്ന ഒരു ആക്ടിൻ്റെ റിസൾട്ടിനെയാണ് നമ്മൾ കണക്കിലെടുക്കുന്നതെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ്? ഇപ്പോൾ ഒരു ആക്ടിനെയാണ് നമ്മൾ പണിഷ് ചെയ്യുന്നതെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരാളെ ഒരു സ്റ്റെപ്പിൽ നിന്ന് താഴത്തെ സ്റ്റെപ്പിലേക്ക് ഒന്ന് തള്ളുന്നു നമ്മൾ. അപ്പോൾ ചിലപ്പോൾ ഒന്ന് വീണ് ഒന്ന് കയ്യോ കാലോ എവിടെയെങ്കിലും ഒന്ന് മുറിയും അല്ലേ. ഇനി കുറച്ച് ഹൈറ്റിൽ നിന്നാണ് തള്ളുന്നതെങ്കിലോ ചിലപ്പോൾ കൈയൊന്ന് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മൾ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നാണ് തള്ളിയിടുന്നതെങ്കിലോ മരണം വരെ സംഭവിക്കാം അല്ലേ. അപ്പോൾ ഇതൊക്കെ തള്ളിയിടുക എന്ന് പറയുന്ന ഒരു ആക്റ്റാണ്, പക്ഷേ റിസൾട്ട് വേറെ വേറെയാണ് അല്ലേ. അപ്പോൾ ആ ആക്ടിനെ മാത്രമാണ് നമ്മൾ പരിഗണിക്കുന്നതെങ്കിൽ എന്താണ്, ഹേർട്ട് പറ്റിയാലും ഗ്രീവിയസ് ഹേർട്ട് പറ്റിയാലും മരണം വന്നാലും ഒക്കെ, മരണം തന്നെ സംഭവിച്ചാലും ഒക്കെ ഒരേ പണിഷ്മെൻ്റായി പോകും. അപ്പോൾ റിസൾട്ടിനനുസരിച്ചാണ് നമ്മൾ അതിൻ്റെ ആ ഒരു ആക്ടിനെ കണക്കിലെടുക്കുന്നത്. അപ്പോൾ ആക്ടസ് റിയ എന്ന് പറയുന്നത് ആക്റ്റും ആവാം ഒമിഷനും ആവാമെന്ന് പഠിച്ചു. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ എലമെൻറ്റ്. ഇനി നാലാമത്തെ എലമെൻറ്റ് എന്താണ്? ഇഞ്ചുറിയാണ്. ഇഞ്ചുറി. അപ്പോൾ ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ എന്താ? നോർമലി നമ്മൾ ആ വേർഡിനെ നോക്കുകയാണെങ്കിൽ മുറിവാണ് അല്ലേ. ആ മുറിവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മുറിവിനെയായിട്ട് കണക്കിലെടുക്കരുത്, അതൊരു വയലേഷൻ ഓഫ് ലീഗൽ റൈറ്റായിട്ട് നമ്മൾ കണക്കിലെടുക്കണം. അതായത് നമ്മുടെ ശരീരത്തിനെതിരെ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രോപ്പർട്ടിക്കെതിരെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെതിരെയുള്ള അല്ലെങ്കിൽ ഒരു റെപ്യൂട്ടേഷനെതിരെയുള്ള, ഒരു വ്യക്തിയുടെ റെപ്യൂട്ടേഷനെതിരെയുള്ള ഒക്കെ ഒരു വയലേഷനായിട്ടാണ് നമ്മൾ ഇഞ്ചുറിയെ കണക്കാക്കുന്നത്. ഒരു മുറിവ് എന്നൊരു ടേമിൽ മാത്രം ചിന്തിക്കരുത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എന്തുണ്ട്? റൈറ്റ്സ് ഉണ്ട് അല്ലേ, ലീഗൽ റൈറ്റ്സ് ഉണ്ട്. നമുക്ക് പ്രോപ്പർട്ടി മറ്റുള്ളവരിൽ നിന്നും സംരക്ഷിക്കാനുള്ള ലീഗൽ റൈറ്റ്സ് ഉണ്ട്. നമ്മളെ ശരീരം സംരക്ഷിക്കാനുള്ള ലീഗൽ റൈറ്റ്സ് ഉണ്ട് അല്ലേ.
നമ്മുടെ മാനസികാവസ്ഥയെ പ്രൊട്ടക്റ്റ് ചെയ്ത് സംരക്ഷിച്ചു കൊണ്ടുപോകാനുള്ള ലീഗൽ റൈറ്റ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ എന്തൊരു ആക്ട് ചെയ്യുന്നതിനും റിസൾട്ടായിട്ട് ഈ പറയുന്ന എന്തെങ്കിലും ഒരു ലീഗൽ റൈറ്റ്സിൻ്റെ വയലേഷനാണ് സംഭവിക്കുന്നതെങ്കിൽ അതിനെയാണ് ഇഞ്ചുറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. നമ്മളെ ഒരാൾ ഹേർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ കൊല്ലാൻ നോക്കുകയോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേഴ്സൺ അല്ലേ, നമുക്ക് നമ്മളെ സംരക്ഷിക്കുക എന്നുള്ള ഒരു അല്ലെങ്കിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളൊരു ലീഗൽ റൈറ്റ്സ് ഉണ്ട്, അതിനുള്ളൊരു വയലേഷനാണ് വരുന്നത് അല്ലേ. ഇനി നമുക്കൊരു പ്രോപ്പർട്ടി ഓൺ ചെയ്യാനുള്ളൊരു ലീഗൽ റൈറ്റ് ഉണ്ട് അല്ലേ, നമുക്ക് അത് മറ്റുള്ളവരിൽ നിന്നും സംരക്ഷിച്ച് നിർത്താനുള്ള റൈറ്റും ഉണ്ട്. അപ്പോൾ തെഫ്റ്റ് എന്ന് പറയുന്നൊരു ക്രൈം, കട്ടെടുത്ത് കൊണ്ടുപോവാണ് നമ്മുടെ പ്രോപ്പർട്ടി. അപ്പോൾ എന്താണ്, അതൊരു ലീഗൽ റൈറ്റിൻ്റെ വയലേഷനാണ്, നമ്മുടെ പ്രോപ്പർട്ടിക്കെതിരെയുള്ള ഒരു ലീഗൽ റൈറ്റിൻ്റെ വയലേഷനാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അത് ക്രൈമായി മാറുന്നത്. അതുകൊണ്ട് ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ ചിന്തിക്കേണ്ടത് എന്താണ്, നമുക്കുള്ള ഒരു ലീഗൽ റൈറ്റ്, അത് നമ്മുടെ പേഴ്സൺ ആവാം, ശരീരത്തിനാവാം, പ്രോപ്പർട്ടി ആവാം, റെപ്യൂട്ടേഷൻ ആവാം, അതല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ആവാം അല്ലേ. അതിനൊക്കെ എതിരെയുള്ള ഒരു വയലേഷൻ ആണ് എന്തായിട്ട് കണക്കാക്കുന്നത്, അതിൻ്റെ റിസൾട്ടിനെയാണ് നമ്മൾ ഇഞ്ചുറി ആയിട്ട് കണക്കിലെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ക്രൈമിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ്. അപ്പോൾ ഈ എലമെൻറ്റ്സ് ഒക്കെ ഒരു ആക്റ്റിൽ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തതിൻ്റെ ശേഷമാണ് അതൊരു ക്രൈമാണ് എന്നും ആ ക്രൈം ഏത് രീതിയിൽ പെടുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കിയതിൻ്റെ ശേഷം അതിന് പണിഷ്മെൻറ്റ് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ജനറൽ എക്സെപ്ഷൻ എന്ന് പറയുന്നൊരു കാറ്റഗറിയൊക്കെ BNSൽ ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ എലമെൻസിൽ ഈ പറയുന്ന എലമെൻറ്റ്സ് ഇല്ലാതിരിക്കുന്ന സമയത്ത് അത് എന്താവുന്നില്ല, ഒഫൻസ് ആവുന്നില്ല. അപ്പോൾ അങ്ങനെ ഒഫൻസ് ആവാതിരിക്കുമ്പോൾ നമുക്കതിന് പണിഷ്മെൻറ്റും ഉണ്ടാവില്ല. അങ്ങനെയാണ് നമ്മൾ എക്സെപ്റ്റഡ് ആയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്രൈമിൻ്റെ 4 എലമെൻറ്റ്സ്. ഒരു വ്യക്തി വേണം, ആ വ്യക്തിക്കൊരു ഗിൽറ്റി മൈൻഡ് വേണം. രണ്ടാമത്തത്, ആ മൈൻഡോടുകൂടി അയാൾ ഒരു ആക്ട് ചെയ്തിരിക്കണം. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഒരു വയലേഷൻ ഓഫ് ലീഗൽ റൈറ്റ് അല്ലേ, ഒരു വ്യക്തിക്കൊരു ഇഞ്ചുറി ഉണ്ടാവണം. ഇത്രയും സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായി, അത് ക്രൈമായി നമ്മൾ പരിഗണിക്കും. ഓക്കെ, മനസ്സിലായില്ലേ?